Draw the flowchart of multiplication algorithm and multiply -5 into -4 using Booth's algorithm. നമുക്ക് ചെയ്ത് നോക്കാം മക്കളെ. ഇത് വളരെ ക്വിക്കായിട്ട് ചെയ്ത് നോക്കാം. ടൈം കളയാതെ വളരെ ക്വിക്കായിട്ട് -5 into -4 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത സെയിം എക്സാമ്പിൾ പോലെ തന്നെയാണ്. -7 into -3 അല്ല നേരത്തെ ചോദിച്ചത്, -5 into -4 അല്ലേ. അപ്പോൾ ഒറ്റ കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. എന്തൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്? 10 ആണെങ്കിൽ എന്ത് ചെയ്യുക? 10 ആണെങ്കിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. 01 ആണെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇത് മാത്രം ഓർത്താൽ മതി അല്ലേ. യെസ്. അപ്പോൾ നമ്മളിവിടെ -5 into -4 ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രീഫായിട്ടൊന്നും പറയണ്ടല്ലോ. ഓൾറെഡി നമ്മളിത് ഇതേ ടൈപ്പ് എക്സാമ്പിൾ പറഞ്ഞല്ലോ. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ -5 ആണ്. -5 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? നമ്മൾ ആദ്യം +5 റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കിവിടെ ഇവിടെ എഴുതാം മക്കളെ. Q എന്ന് പറഞ്ഞാൽ -5 ആണ് അല്ലേ. അപ്പോൾ -5 നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ 5നെ റെപ്രസെൻറ്റ് ചെയ്യണം. +5നെ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 01 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇതിൻ്റെ -5 ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം റെപ്രസെൻറ്റ് ചെയ്യണം. 1101. -5നെ 1's കോംപ്ലിമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണം. 1010. ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിനൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1011 കിട്ടും. ഇതാണ് -5 അല്ലേ. -5 എന്ന് പറഞ്ഞാൽ 1011 ആണ് കേട്ടോ. യെസ്. ഇനി എമ്മിൽ എന്താ മക്കളെ ഉണ്ടാവുക? എമ്മിൽ എനിക്ക് ഉണ്ടാവുന്നത് -4 ആണ്. -4നെ നമുക്ക് ആദ്യം +4 റെപ്രസെൻറ്റ് ചെയ്യാം. +4നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 0100. ഇനി -4 ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം റെപ്രസെൻറ്റ് ചെയ്യാം. 1100. -4നെ 1's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാം. 1011. -4നെ 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനൂടെ 1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1100 എന്ന് കിട്ടും. അപ്പോൾ എം കിട്ടി. അപ്പോൾ +M കിട്ടി. 1100 ആണ്. ഇനി -M നമുക്ക് ഓപ്പറേഷന് വേണ്ടി വരും. -M എന്ത് ചെയ്യും? ആദ്യം നമ്മളിതിനെ 0011 ആക്കും. ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. 0011 0100 എന്ന് കിട്ടും. ക്ലിയർ ആണോ മക്കളെ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്. ഈ ലോജിക്ക് പിടി കിട്ടിയോ? എവ്രി വൺ? യെസ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്കൊന്ന് എഴുതി വയ്ക്കാമല്ലോ മക്കളെ. വളരെ ക്വിക്കായിട്ട് ഓൾറെഡി നമുക്ക് അറിയാം അതൊക്കെ അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലും നമുക്ക് ഫ്ലോ ചാർട്ട് വേണം കേട്ടോ. ഫ്ലോ ചാർട്ട് നമ്മളിവിടെ എവിടെയോ വരച്ചിട്ടുണ്ടല്ലോ. എന്താ അതിൻ്റെ ഓൾറെഡി ഫ്ലോ ചാർട്ട് നമുക്ക് അറിയാം. അത് ഞാൻ വീണ്ടും വരയ്ക്കുന്നില്ല അല്ലേ. അപ്പോൾ നമുക്കിവിടെ എല്ലാ ടേമും എഴുതാം. ആദ്യം നമുക്കിവിടെ ഓപ്പറേഷൻ എഴുതാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എഴുതാം, അല്ലെങ്കിൽ A. പിന്നെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലയർ എഴുതാം. മൾട്ടിപ്ലയർ Q ആണ്. അതിന് നമുക്ക് Q3 Q2 Q1 Q0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ ഒരു എക്സ്ട്രാ ബിറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് Q of -1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഫൈനലി നമുക്കിവിടെ മൾട്ടിപ്ലിക്കൻ്റ് റെപ്രസെൻറ്റ് ചെയ്യാം. മൾട്ടിപ്ലിക്കൻ്റിൽ +M റെപ്രസെൻറ്റ് ചെയ്യാം. +M എന്താടോ? 1100 അല്ലേ. യെസ്. എന്നല്ല +M. -M 0100. ക്വിക്കായിട്ട് ചെയ്യാം കേട്ടോ മക്കളെ. യെസ്. യെസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യാനുള്ള അക്യുമുലേറ്റർ ഇനീഷ്യലൈസ് ചെയ്യണം. അക്യുമുലേറ്റർ 0000 അല്ലേ. മൾട്ടിപ്ലയർ ഇനീഷ്യലൈസ് ചെയ്യണം. മൾട്ടിപ്ലയർ ഓൾറെഡി നമുക്കറിയാം 1011. Q of n-1 ബൈ ഡിഫോൾട്ടായിട്ട് 0 ഇടാം. എന്നല്ല ഇനീഷ്യലി ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് Q0 Q of -1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഓപ്പറേഷൻ സബ്ട്രാക്ഷനാണ്.
അതുപോലെ സബ്ട്രാക്ഷന് ശേഷം നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എലമെൻറ്റ് 0 1 0 0 ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 0 1 0 0 എന്ന് തന്നെ കിട്ടും. ഇവിടെ നമുക്ക് 1 0 1 1 എന്ന് കിട്ടും. ഇനി നമുക്കതിനെ ഷിഫ്റ്റ് ചെയ്യണം. എങ്ങനെ മക്കളെ ഷിഫ്റ്റ് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ആക്ച്വലി ഈ 0 എന്നുള്ളത് ഇങ്ങോട്ടെത്തും, ഈ 0 എന്നുള്ളത് ഇങ്ങോട്ടെത്തും. 1 0 0 1 0 1 ഇവിടെ 1 എത്തി അല്ലേ? നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഈ 1 1 ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതോടെ നമ്മളെ സൈക്കിൾ 1 കംപ്ലീറ്റ് ആയി. അപ്പോൾ സൈക്കിൾ 1ൽ നമുക്ക് 1 1 കിട്ടിയതുകൊണ്ട് നോ ഓപ്പറേഷനാണ്. നമുക്കിവിടെ ഓൾറെഡി അറിയാം നോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ Q0 Q of -1 എന്ന് പറഞ്ഞാൽ 1 1 ആണ്. അപ്പോൾ നോ ഓപ്പറേഷനാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഓപ്പറേഷൻ ഒന്നും ചെയ്യാനില്ല. 0 0 1 0 ഇങ്ങോട്ട് ഇറക്കി എഴുതുക. ഇവിടെ 0 1 0 1 എഴുതുക. നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം പ്രോസസ്സ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഈ 0യെ നമ്മൾ ആദ്യം താഴേക്ക് എഴുതുക. 0 0 1 0 0 1 0 അങ്ങനെയല്ലേ വരിക? യെസ്. പിന്നെ അതുപോലെ ഈ 1ന് ഇങ്ങോട്ട് എത്തും അല്ലേ? ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ ഇത് സൈക്കിൾ 2 ആണ്. സൈക്കിൾ 2ൽ നമുക്ക് ഇതുവരെ ചെയ്യാം. സൈക്കിൾ 2ൽ ഞാൻ അടുത്ത കമ്പയർ ചെയ്യുന്ന പാരാമീറ്റർ എന്താ മക്കളെ നോക്കണം? ഇതാ, ഇതോടെ നമ്മൾ സൈക്കിൾ 2 കംപ്ലീറ്റ് ആയി അല്ലേ? സൈക്കിൾ 2. ഫൈനലി നമുക്ക് സൈക്കിൾ 3 ചെയ്യാനുണ്ട്. സൈക്കിൾ 3 ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? സൈക്കിൾ 3ൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് Q0 Q of -1ൻ്റെ വാല്യൂ നമുക്കറിയാം. Q0 Q of -1ൻ്റെ വാല്യൂ 0 1 ആണ്. 0 1 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാൻ ഞാനിവിടെ എടുക്കുന്ന +m എന്നുള്ള വാല്യൂ ആണ്. +m ഓൾറെഡി നമുക്കറിയാം 1 1 0 0 അല്ലേ? +1 ആഡ് ചെയ്യുക. 0 + 1 1 0 1 1 1 1 0 1 എന്ന് കിട്ടും. ഇവിടെ 0 0 1 0 എന്ന് കിട്ടും അല്ലേ? ഇനി ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 1നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇവിടെ 1 1 0 1 0 0 1 ഈ 0 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി മക്കളെ? 1 1 ആണ് കിട്ടുന്നത്. എഗെയിൻ 1 1 ആകുമ്പോൾ നമ്മളിവിടെ ചെയ്യാനുള്ളത് സൈക്കിൾ 3ൽ നമുക്ക് കിട്ടുന്നത് 1 1 എന്നല്ലേ? ഒരു മിനിറ്റ്, സോറി, ഇവിടെ 0 ആണ് വരിക കേട്ടോ മക്കളെ. സോറി, 1 0 ആണ്. അപ്പോൾ 1 0 ആണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഇതാണ് ആക്ച്വലി നമ്മുടെ സൈക്കിൾ 3. സൈക്കിൾ 3ൽ നമുക്ക് ഓൾറെഡി Q0 Q of -1 കിട്ടി. എന്താണ്? 1 0 ആണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ള എന്താ? സബ്ട്രാക്ഷനാണ്. സബ് m ചെയ്യണം, അതിനുശേഷം ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഡാറ്റ അതേപോലെ ഇങ്ങോട്ട് എഴുതുകയാണ്. 1 1 1 0 1 1 1 0 ആണ് ഇവിടെ കിട്ടുന്ന അക്യുമുലേറ്ററിൻ്റെ വാല്യൂ. ഇവിടെ 1 0 0 1 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് സബ് m ചെയ്യാം. സബ് m ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 0 1 0 0 ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 0 1 0 വിത്ത് ക്യാരി 1 0 വിത്ത്, അപ്പോൾ 0 0 1 0 എന്ന് കിട്ടും. യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് ഇൻഫർമേഷൻസ് അതേപോലെ 1 0 0 1 താഴേക്ക് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യണോ? സോറി, ഇവിടെ അല്ല, ഇങ്ങോട്ടേക്ക് എഴുതാം 1 0 0 1. ഇനി നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം മക്കളെ. ഷിഫ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാൻ ഇത് 0 0 0 1 0 1 0 0 1. ഇത് ശരിക്കും ബാക്കി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് സൈക്കിൾ 4. സൈക്കിൾ 4ൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? സൈക്കിൾ 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ റിസൾട്ട് ഇവിടെ എഴുതാം അല്ലേ? ആസ് പെർ സൈക്കിൾ 4 നമുക്കിവിടെ കിട്ടിയ റിസൾട്ട്. അവർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റിസൾട്ട് എന്താ മക്കളെ? യെസ്, 0 0 0 1 0 1 0 0. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സാക്ട്ലി കറക്റ്റാണ്.
സോറി, നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എത്ര മക്കളെ നോക്കണം എല്ലാവരും. നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടിൻ്റെ വാല്യൂ ആണ് 0 0 0 1 0 1 0 0. ദിസ് ഇസ് ദ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ദിസ് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു 20. 20ൻ്റെ ഇക്വാലൻ്റ് വാല്യൂ ആയിരിക്കും. കാരണം -5 × -4 അല്ലേ നമ്മൾ ചെയ്യുന്നത്. വെരി സിമ്പിൾ കോൺസെപ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര മാർക്കിനാണ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇത് ചോദിച്ചിരിക്കുന്നത് 2022 2022 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ചോദിച്ചിരിക്കുന്ന പാർട്ട് 8 മാർക്കിനാണ് കേട്ടോ. 8 മാർക്ക്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഐഡൻറ്റിഫൈ ദി വേരിയസ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ് occurring during the execution of following program in a pipeline system, where the pipeline consists of 5 stages: opcode fetch, instruction decode, operand fetch, execution, store the result. All stages are take equal time duration. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിൽ ഏതൊക്കെ ഹസാർഡ്സ് എഫക്റ്റ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതൊന്നും ജസ്റ്റ് കോപ്പി ചെയ്യാം. ഇതാണല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നോക്കിയേ. ഫസ്റ്റ് സ്റ്റേജിൽ എന്താ? മൂവ് R1, R2. ഈ മൂവ് R1, R2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതായത് ബ്രാക്കറ്റ്സ് ആണ്. അതായത് R1 അഡ്രസ്സ് R2 അഡ്രസ്സ് എന്നാണ് അർത്ഥം. അതായത് ദി ഇൻസ്ട്രക്ഷൻ മൂവ്സ് ദി വാല്യൂ ഫ്രം മെമ്മറി ലൊക്കേഷൻ R2 ടു മെമ്മറി ലൊക്കേഷൻ R1. R2 മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ R1 മൂവ് ചെയ്തു എന്നാണ് ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒരു ഹസാർഡ്സ് ഉണ്ടാവില്ല, കാരണം മെമ്മറി ലൊക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് ബേസിക്കലി പറയാം നോ ഹസാർഡ്സ്. ഹസാർഡ്സ് ഇല്ല. രണ്ടാമത്തേത് എന്താണ് ഇവിടെ പറയുന്നത്? മൂവ് R3, R1. അതായത് R1 നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്പെസിഫിക് അഡ്രസ്സാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. അത് നമ്മൾ R3 സ്റ്റോർ ചെയ്യും അല്ലേ? ദിസ് ഇൻസ്ട്രക്ഷൻ മൂവ് ദി വാല്യൂ ഫ്രം മെമ്മറി ലൊക്കേഷൻ R1 ടു R3. അപ്പോൾ ഇവിടെ പോസിബിൾ ആവുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ R1 എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് R1 അഡ്രസ്സിലേക്ക് നമ്മൾ ഒരു ഡാറ്റയെ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മൾ R1 റീഡ് ചെയ്തിട്ട് അതിന് R3 മൂവ് ചെയ്യാണ്. അപ്പോൾ റൈറ്റ് ആഫ്റ്റർ റോ ഹസാർഡ്സ് ഉണ്ടാവാം. ഇവിടെ പോസിബിൾ ആയിരിക്കുന്ന ഏത് ഹസാർഡ്സ് ആണോ? റോ ഹസാർഡ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് R2 കണ്ടൻറ്റ് R1 ഹസാർഡ്സ് ഒന്നും വരില്ല. അടുത്തത് ഇതേ R1 ഫസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ R3 മൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ റീഡ് ആഫ്റ്റർ റൈറ്റ് എന്നുള്ളൊരു എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റോ ഹസാർഡ്സ്. അതിനുള്ള കാരണം മനസ്സിലായോ? യെസ്. മൂന്നാമത്തെ സ്റ്റേജ് നോക്കിയേ, തേർഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജിൽ നമുക്ക് പറയുന്നത് സബ്ട്രാക്ഷനാണ്. സബ്ട്രാക്റ്റ് R2, R3. R3 ഇവിടെ ഓൾറെഡി യൂസ്ഡ് ആണല്ലോ. R3 നമ്മൾ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്? സബ്ട്രാക്റ്റ് ചെയ്യണം. അതായത് R2, R3 കൂടി ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് നമ്മൾ R2 സ്റ്റോർ ചെയ്യാണ് അല്ലേ? അപ്പോൾ ഇവിടെയും ഹസാർഡ്സ് ഉണ്ടാവാം അല്ലേ? അപ്പോൾ കാരണം എന്താണ്? ഇവിടെ ദിസ് ഇൻസ്ട്രക്ഷൻ സബ്ട്രാക്ട് ദി വാല്യൂ R3 ഫ്രം R2 ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ R2. അപ്പോൾ റോ ഹസാർഡ്സ് ഉണ്ടാവാം. ഇവിടെ എന്ത് ഹസാർഡ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്? നേരത്തെ റീഡിങ്ങും ഇവിടെ റൈറ്റിങ്ങും നടക്കുന്നുണ്ട്. ഇവിടെ റോ ഹസാർഡ്സ് ഉണ്ടാവാം. നേരത്തെ സെയിം എറർ ഉണ്ടാവാം. ഇനി നാലാമത്തെ സ്റ്റേജോ? നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ആഡ് R1, R3 ആണ്. R1 R3 കൂടി ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം? R1 സ്റ്റോർ ചെയ്യണം. ഇതല്ലേ? യെസ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവാം? ആഡ് R1, R3 എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രീവിയസ് സ്റ്റേജിൽ R3 യൂസ്ഡ് ആണ്. ഇവിടെയും എന്ത് ഹസാർഡ്സ് ഉണ്ടാവാം? റോ ഹസാർഡ്സ് ഉണ്ടായിക്കൂടെ? യെസ്. ഇനിയോ?
അഞ്ചാമത്തെ കോൾ 5000. ഈ കോൾ 5000 കേസ് എങ്ങനെയാണോ? കോൾ ചെയ്യാണ് നമ്മൾ 5000 എന്നുള്ളൊരു അഡ്രസ്സിനെ കോൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ഇവിടെയും നോ ഹസാർഡ്സ് ആണ്. ഹസാർഡ്സിന് എഫക്റ്റ് ഒന്നുമില്ല, നോ ഹസാർഡ്സ്. ഇനി ആറാമത്തെ എന്താ? മൂവ് R2, R3 അല്ലേ? ഇവിടെയും R3 പ്രീവിയസ് സ്റ്റേജിൽ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ഹസാർഡ്സ് ഉണ്ടാവാം? റോ ഹസാർഡ്സ് ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ മക്കളെ? യെസ്.